ആൽക്കമിസ്റ്റിൻ്റെ 4-ാം ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. ഒരു നിലയ്ക്ക് മനുഷ്യരുടെ പ്രകൃതവും ഇതുപോലെ തന്നെ. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറൊന്നിനേക്കും നോട്ടമില്ല. തൻ്റെ കാര്യം നോക്കൂ. കച്ചവടക്കാരൻ്റെ മകളെ കണ്ടുമുട്ടിയതിൽ പിന്നെ വേറൊരു പെൺകുട്ടിയെ പറ്റി താൻ ചിന്തിച്ചിട്ടില്ലല്ലോ. വെയിൽ നോക്കി അവൻ സമയം കണക്കാക്കി. ഇങ്ങനെ പോയാൽ ഉച്ചയോടെ ഗരിഫയിലെത്താം. അവിടെ നിന്ന് വായിക്കാനുള്ള പുസ്തകം മാറ്റിയെടുക്കണം. കനമുള്ള പുസ്തകം തിരഞ്ഞെടുക്കാൻ ഓർമ്മ വയ്ക്കണം. ഒഴിയാറായ വീഞ്ഞു കുപ്പിയും നിറയ്ക്കണം. നന്നായൊന്ന് താടി വടിക്കാം, മുടിയും വെട്ടാം. തൻ്റെ പെണ്ണിനെ കാണാൻ പോകുകയല്ലേ. ആ ഉത്സാഹത്തിനിടയിൽ ഒരു കാര്യം മനഃപൂർവ്വം അവൻ ഓർമ്മയിൽ നിന്നു മാറ്റി നിർത്തി. കൂടുതൽ സമ്പന്നനായ ഒരു ആട്ടിടയൻ ആ വഴി ചെന്നിട്ടുണ്ടെങ്കിലോ, അവളെ വിവാഹം കഴിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിലോ. ഒരിക്കൽ കൂടി സൂര്യനെ നോക്കി അവൻ സമയം ക്ലിപ്തപ്പെടുത്തി. തെല്ലു തുടക്കത്തിൽ ടെരിഫയുടെ നേർക്കു നടക്കവേ അവൻ സ്വയം പറഞ്ഞു, സഫലമാകാൻ തക്കവണ്ണമുള്ളൊരു സ്വപ്നം മനസ്സിലുണ്ടാകുമ്പോഴേ ജീവിതം അർത്ഥപൂർണമാകൂ. അപ്പോഴാണ് അവന് പെട്ടെന്ന് ഓർമ്മ വന്നത്. സ്വപ്നങ്ങൾ വിശകലനം ചെയ്ത് അവയുടെ അർത്ഥം പറയുന്ന ഒരു വൃദ്ധ ടെരിഫിലുണ്ടല്ലോ. ആ വൃദ്ധ അവനെ തൻ്റെ വീടിൻ്റെ പുറകുവശത്തൊരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പലതരത്തിലുള്ള മുത്തുകൾ കോർത്തുണ്ടാക്കിയ ഒരു മറപ്പുറം താളിൽ നിന്ന് ഒരു മുറിയെ വേർതിരിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ തൃഹൃദയത്തിൽ ഒരു പ്രതിരൂപം, ഒരു മേശയും 2 കസേരകളും അൾത്താരകളിൽ അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സ്ത്രീ നിലത്ത് കുത്തിയിരുന്നു. അവനോടും അതുപോലെ ഇരിക്കാൻ പറഞ്ഞു. തൻ്റെ കൈപ്പടങ്ങൾ 2 സ്വന്തം കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ പ്രാർത്ഥന തുടങ്ങി. അതൊരു ജിപ്സി പ്രാർത്ഥന പോലെ തോന്നിച്ചു. നിരത്തുകളിൽ വെച്ച് ആ ബാലൻ ജിപ്സികളുമായി നേരത്തെ തന്നെ ഇടപഴകിയിരുന്നു. അവരും ഏതാണ്ട് ഇടയന്മാരെ പോലെ തന്നെയാണ്. ഒരിടത്തും സ്ഥിരവാസമില്ല. അവർ ആട്ടിൻപറ്റങ്ങളെ പോലെ ആയിരുന്നു എന്നു മാത്രം. നാട്ടുകാർ ഇവരെക്കുറിച്ച് പൊതുവെ അത്ര നല്ല അഭിപ്രായം ഒന്നുമായിരുന്നില്ല. തരം കിട്ടിയാൽ കക്കും ചതിയന്മാർ. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാനും മടിക്കില്ല. അകലെയെങ്ങാനും ഉള്ള താവളങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുപോയി പാർപ്പിക്കും. പിന്നെ അടിമകളാക്കി വിൽക്കും. അവർക്ക് പിശാചുക്കളുമായി ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു എന്ന് കേൾവിപ്പെട്ടിരുന്നു. കുട്ടിക്കാലത്ത് ജിപ്സികൾ എന്ന് കേട്ടാൽ അവൻ പേടിച്ചു വിളിക്കുമായിരുന്നു. അവരെങ്ങാനും തന്നെ തട്ടിക്കൊണ്ടുപോയാലോ എന്ന ഭയം. അന്നത്തെ ആ ബാലിക ശമനമായ ഭയം ഇപ്പോൾ അതാ വീണ്ടും. ആ വൃദ്ധയുടെ കൈകളിൽ കൈയും ചേർന്നിരിക്കെ, പക്ഷെ അവർക്കരികിൽ യേശുവിൻ്റെ തൃരൂപമുണ്ടല്ലോ. തന്നെത്താൻ ഉറപ്പിക്കാൻ വേണ്ടി അവൻ ചിന്തിച്ചു. തൻ്റെ കൈ വിറയ്ക്കുന്നത് ആ വൃദ്ധയുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ അവൻ ആഗ്രഹിച്ചില്ല. അവൻ നിശബ്ദമായി പ്രാർത്ഥിച്ചു, സ്വർഗസ്ഥനായ പിതാവേ. ഇതെങ്ങനെയാ വൃദ്ധയുടെ സ്വരത്തിൽ വിസ്മയം. അവൻ ഉള്ളംകൈയിൽ തന്നെ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് ഏറെ നേരം അവർ വെറുതെ ഇരുന്നു. ആ ബാലൻ അസ്വസ്ഥനാവുന്നതായിരുന്നു. അവൻ്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. ആ സ്ത്രീ അതിലേറെ മനസ്സിലൊന്ന് തോന്നിയപ്പോൾ അവൻ പെട്ടെന്ന് കൈകൾ എടുത്തു മാറ്റി. എൻ്റെ കൈ നോക്കി പറഞ്ഞു, കേൾക്കാനായില്ല. ഞാൻ ഇവിടെ വന്നത്. എൻ്റെ സ്വരത്തിൽ പ്രകടമായ നീരസം. തള്ളയ്ക്ക് വല്ല കാശും കൊടുത്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതാണ് നല്ലതെന്ന് അവന് തോന്നി. ഒന്നും അറിയിക്കേണ്ട. ഒരു സ്വപ്നം 2 തവണ കണ്ടെന്ന് വെച്ച് അതിത്ര വലിയ കാര്യമായി എടുക്കേണ്ടതുണ്ടോ? അവനാണെങ്കിൽ അതിനെപ്പറ്റി ഒരക്ഷരം മിണ്ടുന്നുമില്ല. ഹോ, നീ കണ്ട സ്വരത്തിൻ്റെ പൊരുളറിയണമല്ലേ? വൃദ്ധ പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങി. നിനക്കറിയുമോ, ദൈവത്തിൻ്റെ അരുൾപ്പാടുകളാണ് സ്വപ്നത്തിൽ. അവിടുന്ന് നിങ്ങളുടെ ഭാഷകളിലൂടെ സംസാരിക്കുന്നതാണെങ്കിൽ അതിൻ്റെ അർത്ഥവും ഉദ്ദേശ്യവും ഞാൻ നിനക്ക് പറഞ്ഞു തരാമായിരിക്കും. പക്ഷേ ആത്മാവിൻ്റെ ഭാഷയിലാണ് അദ്ദേഹം സംസാരിക്കുന്നുവെങ്കിൽ അതു മനസ്സിലാക്കാൻ അന്യരൊരാൾക്കാവില്ല. അവനവന് മാത്രമേ കഴിയൂ. എന്നായാലും തൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അതിന് കൂലി വാങ്ങും. അതുകൂടാതെ കഴിയില്ല. മറ്റൊരു സൂത്രം ഞാൻ വിചാരിച്ചു. അല്ലെങ്കിലും ഇതാണല്ലോ ഈ കൂട്ടരുടെ സ്ഥിരം പതിവ്. എന്തായാലും നോക്കാം. അങ്ങനെ പേടിച്ച് പിന്മാറാൻ പറ്റുമോ? ചെന്നായ്ക്കും വരൾച്ചയ്ക്കും ഒക്കെ എതിരായി എപ്പോഴും കരുതലോടെ മുന്നേറേണ്ടതല്ലേ ഒരിടയൻ? അതല്ലാമല്ലോ ഈ ഒരിടയൻ്റെ ജീവിതത്തെ തികച്ചും മനോഹരമാക്കുന്നത്. നോക്കൂ, ഒരേ സ്വപ്നം ഒരു മാറ്റവും കൂടാതെ അതേ മട്ടിൽ ഞാൻ 2 തവണയായി കാണുന്നു. ഞാൻ അവിടെ തന്നതിൻ്റെ ഉദ്ദേശം വിവരിച്ചു. ഒരു വയലിൻ്റെ നടുവിൽ ഞാൻ, ഒപ്പം എൻ്റെ ആടുകളും. പെട്ടെന്നൊരു കൊച്ചുകുട്ടി എവിടെ നിന്നോ വന്ന് എൻ്റെ ആടുകളെ കൂടെ ചേർന്നു കളിക്കാൻ തുടങ്ങി. സാധാരണമായി ഞാൻ അതിന് സമ്മതിക്കാറില്ല. പരിചയമില്ലാത്തവരെ അരികിൽ കണ്ടാൽ ആടുകളുടെ മട്ടുമാറും. കുട്ടികളാണെങ്കിൽ അവയ്ക്ക് ഭയമില്ല.
എനിക്കെപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. ഇവറ്റയ്ക്ക് എങ്ങനെയാണാവോ മനുഷ്യരുടെ പ്രായം കണക്കാക്കാൻ പറ്റുന്നത്? അതും ഇതും പറയാതെ നീ കണ്ട സ്വപ്നത്തെ പറ്റിക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി, വൃദ്ധ അക്ഷമ പ്രകടിപ്പിച്ചു. എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. അല്ലെ അല്ലെങ്കിലും നിനക്ക് വേണ്ടി അധികം സമയമൊന്നും ചെലവഴിക്കാൻ ഞാൻ വിചാരിച്ചിട്ടുമില്ല. അതിന് തക്കത്തക്കവണ്ണം നിന്റെ കയ്യിൽ ഉണ്ടാവുമില്ല. ശരി ശരി. അവൻ്റെ സ്വരം ലേശം ജ്വാലത. കുറച്ചധികം നേരം ആ കുട്ടി എൻ്റെ അടുക്കളയിൽ കളിച്ചു. പിന്നെ പെട്ടെന്ന് ഓടി വന്ന് എൻ്റെ കൈകളിൽ കൂട്ടിപ്പിടിച്ച് എന്നെ പൊക്കിയെടുത്ത് താഴേക്ക് വെച്ചത് ഈജിപ്തിലെ പിരമിഡുകൾക്കടുത്ത്. അവൻ ത്രില്ലടെ നിർത്തി. ആ വൃദ്ധ മുഖത്തേക്ക് നോക്കി. ഈജിപ്ത് പിരമിഡ്. അവരുടെ മുഖത്ത് എന്തെങ്കിലും ഭാവമുണ്ടോ? ഇല്ല. ആ കണ്ണുകൾ തിരിച്ചും നിർവികാരമായിരുന്നു. അവർ ഒന്നും മിണ്ടിയില്ല. അവർ മിണ്ടി വീണ്ടും പറഞ്ഞു തുടങ്ങി. വാക്കുകൾ ഓരോന്നുമായി വേർതിരിച്ച് അവരുടെ മനസ്സിൽ അവ വ്യക്തമായി പതിയട്ടെ എന്ന ഭാവത്തോടെ ഈജിപ്തിൽ പിരമിഡുകളുടെ സമീപത്ത് എന്നെ കൊണ്ടുവന്ന് നിർത്തി അവളോട് പറഞ്ഞു. ഹാ, അതൊരു പെൺകുട്ടിയായിരുന്നു. ഇവിടെ തിരിഞ്ഞോളൂ, നിനക്ക് വലിയൊരു നിധി കിട്ടും. നിധി കിടക്കുന്ന സ്ഥലം അവൾ കൃത്യമായി കാണിച്ചു തരാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ ഉണർന്നുപോയി. 2 പ്രാവശ്യം. ഒരു പടിയൊന്നും പറയാതെ ആ സ്ത്രീ ഏതാനും നിമിഷത്തോടെ ആലോചിച്ചു നിന്നു. വീണ്ടും അവൻ്റെ ഉള്ളം കൈ എടുത്ത് ശ്രദ്ധയോടെ നോക്കാൻ തുടങ്ങി. എനിക്കപ്പോൾ ഒരു പ്രാർത്ഥനാ ഫലമൊന്നും തരണ്ട, തികച്ചും ഗൗരവത്തോടെ അത് പറഞ്ഞ്. പക്ഷേ എങ്കിലും ആ നിധി നീ കൈക്കലാക്കിയാൽ അതിൻ്റെ 10-1 എനിക്ക് തരണം. താത്കാലിക ലാഭം. അവൻ അല്പം ഉറക്കെ തന്നെ ചിരിച്ചു. കയ്യിലെ കാശ് തികച്ചുമില്ല. അതിൽ നിന്നൊരു പങ്ക് ഇവർക്ക് കൊടുക്കാതെ കഴിഞ്ഞല്ലോ. ഒളിഞ്ഞ നിധി സ്വപ്നം കണ്ടതിൻ്റെ ഗുണം. എന്നാലും അവൻ പറഞ്ഞു. ശരി, സമ്മതിച്ചു. എൻ്റെ സ്വപ്നത്തിൽ അർത്ഥം എന്താണെന്ന് അത് പറഞ്ഞില്ലല്ലോ. പറയാം. അതിനു മുന്നേ നീ എനിക്ക് വാക്കു തരണം. ഞാൻ പറയുന്നത് പോകുന്നതിന് പ്രതിഫലമായി നിനക്ക് കിട്ടാൻ പോകുന്ന നിധിയുടെ 10-1 എനിക്ക് തരാമെന്ന്. അവൻ വീണ്ടും അതുതന്നെ പറഞ്ഞു.